ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വ്ളോഗ്. ഇപ്പോൾ നമ്മളുള്ളത് മഹാരാഷ്ട്രയിലെ നാസിക് എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. ഒരുപാട് കാലം ബക്കറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെയും ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടാകുന്ന ഒന്നാണ് ഹരിഹർ ഫോർട്ട് എന്ന് പറയുന്നത്. സോ ഇന്ന് നമ്മൾ ഹരിഹർ ഫോർട്ടാണ് ട്രക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദി ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രക്കിംഗ് സ്പോട്ടാണ് കേട്ടിട്ടുള്ളത്. സോ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഹരിഹർ ഫോർട്ടിനെ കുറിച്ച് പറഞ്ഞതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ നാസിക് എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. കാരണം ഈ നാസിക് എന്ന് പറഞ്ഞ സ്ഥലവും നമ്മൾ മലയാളീസും തമ്മിൽ കുറച്ചൊരു ബന്ധമുണ്ട്. കുറച്ചല്ല, ഒരു വലിയ ബന്ധം തന്നെയാണ്. ഏതൊരു മലയാളിയും വീട്ടിലുണ്ടാക്കുന്ന ഫുഡിൻ്റെ ഏതെങ്കിലും ഒരു ഐറ്റം ഈ ഒരു നാട്ടിൽ നിന്ന് വരുന്നതായിരിക്കും. അതിപ്പോൾ ഉള്ളി ആയിക്കോട്ടെ, അല്ലെങ്കിൽ തക്കാളി ആയിക്കോട്ടെ, അല്ലെങ്കിൽ കോളിഫ്ലവർ ആയിക്കോട്ടെ, സൺഫ്ലവർ ഓയിൽ ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഈ ഒരു നാട്ടിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. വെജിറ്റബിൾസ് മാത്രമല്ല കേട്ടോ, ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഒരുപാട് കാണാൻ പറ്റും. അത് ഗ്രേപ്സ് ആണെങ്കിലും അതുപോലെ സ്ട്രോബെറി ആണെങ്കിലും ആൻഡ് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട്. അതിന് പുറമെ ഇവിടെ ഫ്ലവറിൻ്റെ ഫാമിംഗ് ഉണ്ട്, ഫ്ലോറികൾച്ചർ എന്നാണ് പറയുക. അത് നിങ്ങൾക്ക് ഒരുപാട് ഇവിടെ കാണാൻ പറ്റും. ആൻഡ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ബ്രാൻഡാണ് കിസാൻ ജാംസ് എന്ന് പറയുന്നത്. കിസാൻ ജാംസിൻ്റെ ഓൾ ഇന്ത്യ മാനുഫാക്ചറിങ് യൂണിറ്റും ഈ ഒരു നാട്ടിലാണ് വരുന്നത്. ആൻഡ് അതേപോലെ തന്നെ ഇവിടെ ഒരു കർഷകരുടെ ഒരു കൂട്ടായ്മ ഉണ്ട്. എല്ലാ കർഷകരും കൂടിയിട്ട് ഇവിടെ തുടങ്ങിയ ഒരു കമ്പനി പോലത്തെ ഒരു സെറ്റപ്പാണ്. ഇവരാണ് ഇന്ത്യയുടെ 40% ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ എക്സ്പോർട്ട് ചെയ്യുന്നത്. സോ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നാസിക് എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് നേരെ ഹരിഹർ ഫോർട്ടിലേക്ക് പോയാലോ. സോ ഗൈസ്, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ട്രിംബേശ്വർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇവിടുന്ന് ഹരിഹർ ഫോർട്ടിലോട്ട് പോകാനാണ് നെക്സ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത്. ഈ ഒരു പ്ലേസ് എന്ന് പറയുന്നത് നമ്മളൊരു ഊട്ടി പോലത്തെ ഒരു പ്ലേസാണ് കേട്ടോ. അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉള്ള ഒരു പ്ലേസാണ്. ഇവിടുന്ന് ഒരു 10-13 കിലോമീറ്റർ ഉള്ളൂ ഹരിഹർ ഫോർട്ടിലോട്ടുള്ളത്. ഒരു നിർഗുണം പാത എന്ന് പറഞ്ഞൊരു സ്പോട്ടാണ് അടുത്ത നമ്മുടെ അൾട്ടിങ് പോയിന്റ് എന്ന് പറയുന്നത്. അവിടുന്ന് ഒരു ചെറിയ വില്ലേജാണ്. അവിടുന്നാണ് ഈ ഹരിഹർ ഫോർട്ടിലോട്ടുള്ള ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. कैसे जाएगा? ഓക്കെ. സോ ഗൈസ്, ഇതാണ് ഹരിഹർ ഫോർട്ടിൻ്റെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നൊരു പോയിൻ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു 30 റുപ്യൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വണ്ടിയൊക്കെ നമുക്ക് നിർത്തിയിടാനുള്ള സ്പോട്ടും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. വണ്ടിയും കാര്യങ്ങളൊക്കെ അവിടെ നിർത്തിയിടാം. ആൻഡ് യെസ്, ഇതാണ് ഇവിടെ നിന്നാണ് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മൾ നിൽക്കുന്ന ഈ സ്പോട്ടിൽ നിന്ന് ഒരു 3-4 കിലോമീറ്റർ ഉണ്ട് നമ്മളുടെ ഹരിഹർ ഫോർട്ടിൻ്റെ ബേസ് എത്താൻ വേണ്ടിയിട്ട്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതാണോ ലൈൻ? ഇതാന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് ഇവിടുന്ന് സ്നാപ്പാണോ? ഇവന്മാർ വില്ലന്മാരാണെന്ന് പറഞ്ഞേട്ടെ. വില്ലന്മാരാണ് അവർക്ക്. ആ മഞ്ഞ കൊടി കണ്ടോ? അങ്ങോട്ടാണ് നമ്മൾ പോണേ. കയറാൻ പാടില്ല. കുറച്ച് കഴിഞ്ഞാലേ
ഉയ്യേ വെള്ളം ഉണ്ട് കേട്ടോ. Yes, finally reached Harihar Fort. അവിടുത്തെ ശരിക്കുള്ള ബ്യൂട്ടി എന്താണെന്നില്ല കാണിച്ചു തരാം കേട്ടോ. നമ്മളിപ്പോൾ ജസ്റ്റ് ഫോട്ടോ എൻ്റർ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലോട്ട് പോകാന്നുണ്ടെങ്കിൽ അത് വേറൊരു ലോകം തന്നെയാണ്. സോ ഗൈസ്, ഈ കാണുന്നതാണ് ഹരിഹർ ഫോർട്ട് എന്ന് പറയുന്നത്. ഒരു രക്ഷയില്ലാന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല, അത്രയ്ക്ക് അടിപൊളിയാണ് ഇവിടുത്തെ എല്ലാ വ്യൂസും. ഇവിടെ എങ്ങനെയാണ് എത്തിപ്പെടാന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ ട്രെയിൻ വഴിയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നാസിക് എന്ന് പറഞ്ഞ പ്ലേസ് ഉണ്ട്, അവിടെയാണ് നിങ്ങൾ ട്രെയിൻ ഇറങ്ങേണ്ടത്. നാസിക്കിൽ നിന്ന് ട്രിംബകേശ്വർ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ടൗൺ ഉണ്ട്, അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റേ അടിക്കാം. റൂമും കാര്യങ്ങളെല്ലാം തന്നെ ചീപ്പ് പ്രൈസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ കറക്റ്റ് ഹരിഹർ ഫോർട്ടിൻ്റെ സീസണല്ല. കറക്റ്റ് ഹരിഹർ ഫോർട്ടിൻ്റെ സീസൺ എന്ന് പറയുന്നത് മൺസൂൺ ടൈമാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന എല്ലാം തന്നെ ഫുള്ളി പച്ചപ്പായിരിക്കും ആ ടൈമിൽ. ഭയങ്കര രസമാണ് ആ ടൈമിൽ കാണാൻ. ട്രിംബകേശ്വറിൽ നിന്ന് ആകെ ഒരു 13 കിലോമീറ്റർ മാത്രമാണ് ഈ ഹരിഹർ ഫോർട്ടിലോട്ട് എത്താൻ വേണ്ടി വരുന്ന ഒരു ദൂരം എന്ന് പറയുന്നത്. ഹരിഹർ ഫോർട്ട് എത്താൻ വേണ്ടി അധികം റിസ്ക് ഒന്നുമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ട്രിംബകേശ്വറിൽ നിന്ന് നിങ്ങൾക്ക് വാൻ സർവീസുകളുണ്ട്, അവിടെ നിന്ന് വണ്ടി വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹരിഹർ ഫോർട്ടിൻ്റെ ഒരു ഗ്രാമമാണ് ഇവിടെ, ഈ ഒരു ചെറിയൊരു വില്ലേജിലോട്ട് നിങ്ങൾക്ക് എത്താം. നിങ്ങൾക്ക് വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്രിംബകേശ്വറിൽ നിന്ന് ഹരിഹർ ഫോർട്ടിലോട്ട് എത്താവുന്നതാണ്. ഗൂഗിൾ മാപ്പ് മാത്രം നോക്കിയാൽ മതി. റോഡെല്ലാം ടാർ ചെയ്ത റോഡാണ്, പക്ഷേ അത്രയ്ക്ക് പ്രോപ്പറല്ല, എന്നാൽ തന്നെ അധികം റിസ്ക് പിടിച്ച വഴിയൊന്നുമില്ല. ആൻഡ് ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അടിപൊളിയാണ്.